ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്നൊരു ഓഫ് കിട്ടി. അപ്പോൾ കുറച്ച് വീട്ടുപണികളും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ എൻഗേജ്ഡായിരുന്നു. നമ്മൾ ഈ സമ്മറിൽ നട്ട കുറച്ച് ചെടികളുണ്ടായിരുന്നു. അത് ഞാൻ കിച്ചൻ്റെ വിൻഡോ സൈഡിലാണ് വെച്ചിരുന്നത്. അപ്പം അതൊക്കെ ഒന്നെടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, ഉപയോഗിക്കാത്ത കുറച്ച് കപ്പുകളും പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മൾ ഈ ചെടികൾ ഇരുന്ന ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു കറകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. വിൻഡോ സീലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മുകളിലൊരു കറ്റാർവാഴ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു കിച്ചൻ്റെ വിൻഡോ സൈഡ് നല്ലൊരു രീതിയിലാക്കി. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പുണ്ടായിരുന്നു, 2 ഇലയേ ഉള്ളൂ. അതൊക്കെ ഒന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ അടുപ്പ് കുറച്ച് അഴുക്കുണ്ടായിരുന്നു. ഒരു ഓഫ് കിട്ടുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയായിരുന്നു. നമ്മുടെ ഹോളൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് ക്ലീനൊക്കെ ചെയ്തു. അതിപ്പോൾ എത്ര ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിള്ളേരതിനെ നാശമാക്കിക്കോളും. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഒരു 5 മിനിറ്റത്തേക്ക് മാത്രം ഇത് നന്നായിട്ട് നീറ്റായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നോക്കാൻ പോകുന്നത് വെച്ചാൽ പൊട്ടറ്റോ കറി വെച്ചിട്ട് പുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് നമ്മുടെ കുക്കറിലോട്ടാക്കി അടുപ്പിൽ വെച്ചു. അതിൻ്റെ അകത്ത് കുറച്ച് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ ചക്കി ഫ്രഷ് ആട്ട എടുത്ത് ഗോതമ്പ് മാവ് എടുത്തിട്ട് പുട്ടുണ്ടാക്കുന്ന രീതിയിൽ നനച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഈ കുക്കറിൽ തന്നെ ഇതും വെക്കും, അതിൻ്റെ മുകളിൽ പുട്ടും വെക്കും. അപ്പം രണ്ടും ഒന്നിച്ച് വേവുമല്ലോ. അങ്ങനെ നല്ല ആവിയൊക്കെ വന്ന് നല്ല ചൂടോടെ ആവിയുള്ള നല്ല പുട്ടും നല്ല പൊട്ടറ്റോ കറിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ബൈ.